ഹായ് വെൽക്കം ടു പഞ്ച് ഹാൻഡ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 1-ലെ സ്ട്രക്ചറലിസം ആൻഡ് ഫോർമലിസം എന്ന് പറയുന്ന ചാപ്റ്ററിലെ എന്ന മൊഡ്യൂളിലെ റഷ്യൻ ഫോർമലിസം എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമാണ്. അത് നമുക്ക് ഡീഫെമിലൈസേഷൻ നോക്കാനുണ്ട്, ഫോർഗ്രൗണ്ടിങ് എന്താണ്, ഓർഗാനിക് യൂണിറ്റ് എന്തൊക്കെയാണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ നോക്കുവാണെങ്കിൽ ആദ്യം എന്താണ് റഷ്യൻ ഫോർമുലസ് എന്നുള്ളതാണ്. റഷ്യൻ ഫോർമുലസത്തിൽ ഇത്രയേ ഉള്ളൂ. അവിടെ ഓതറിന് ഒരു സ്ഥാനവും ഇല്ല. ഓതറിന്റെ ഹിസ്റ്ററിക്ക്, ഓതറിന്റെ ബാക്ക്ഗ്രൗണ്ടിനോ ഒരു ഇമ്പോർട്ടൻസും ഇല്ല. അവിടെ ടെക്സ്റ്റ് എന്താണോ പറഞ്ഞത്, അല്ലെങ്കിൽ ടെക്സ്റ്റിൽ എന്താണോ എഴുതിയത് അതിനാണ് പ്രാധാന്യം ഉണ്ടാവുക. നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫോക്കസ് ചെയ്യുന്നത് ലിറ്റററി ഡിവൈസ് ഫോക്കസസ് ഓൺ literary devices such as imagery, narration, repetition, rhythm and symbolism. ഇങ്ങനത്തെ ലിറ്റററി ഡിവൈസിനായിരിക്കും എന്ത് പ്രാധാന്യം കൊടുക്കുക? റഷ്യൻ ഫോർമലിസം പ്രാധാന്യം കൊടുക്കാം. അതേപോലെ തന്നെ ഇത് ഓതേഴ്സ് ബയോഗ്രഫി, ഹിസ്റ്ററിക്കൽ ബാക്ക്ഗ്രൗണ്ട്, പേഴ്സണൽ ഇമോഷൻസിനൊക്കെ ഇഗ്നോർ ചെയ്യും. ഓതർ ഇന്നതാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഓതർ അതാണ് പറഞ്ഞത്, ഒന്നും ഇവിടെ എന്തില്ല, പ്രാധാന്യമില്ല. ഓതറിന്റെ ബയോഗ്രഫിക്കോ ഹിസ്റ്ററിക്കോ ബാക്ക്ഗ്രൗണ്ടിനോ പേഴ്സണൽ ഇമോഷനോ ഇതിന്റെ പ്രാധാന്യമില്ല. റഷ്യൻ ഫോർമലിസത്തിൽ പ്രാധാന്യമില്ല. അവിടെ ടെക്സ്റ്റിന്റെ ലിറ്റററി ഡിവൈസിനാണ് പ്രാധാന്യം ഉള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ മെയിൻ കൺസേൺ എന്ന് പറയുന്നത് ലിറ്റററിനെസ് ആണ്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റിന്റെ ഒരു മെയിൻ ക്വാളിറ്റി അതായത് കൺസിഡർ ചെയ്യുന്നത് ലിറ്റററിനെസ് ആണ്. ഓക്കെ, അടുത്ത ഡീഫെമിലൈസേഷൻ ആണ്. ഈ ടേം കൊണ്ടുവന്നത് വിക്ടർ ഷ്ലോവ്സ്കി ആണ്. വിക്ടർ ഷ്ലോവ്സ്കി ഒരു റഷ്യൻ പേരാണത്. പിന്നെ ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് യൂഷ്വൽ ആയിട്ടുള്ള സാധനത്തിന് അല്ലെങ്കിൽ ഓർഡിനറി ആയിട്ടുള്ള സാധനത്തിനെ കുറച്ചുകൂടി സ്ട്രേഞ്ച് ആയിട്ട് പുതിയതാക്കിയിട്ട് പ്രസന്റ് ചെയ്യാം. അപ്പൊ അതേ നമ്മളെ ഡീഫെമിലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. നമുക്ക് ഫെമിലിയർ ആയതിനെ എന്താക്കാം, ഒന്ന് സ്ട്രേഞ്ച് ആക്കുക. ഓക്കെ, അടുത്തത് നമ്മള് ഇതിൽ മെയിനായിട്ട് നിങ്ങൾ ആലോചിക്കേണ്ടത് മേക്സ് ഫെമിലിയർ എക്സ്പീരിയൻസസ് ഫ്രഷ് ആൻഡ് മീനിങ്. അതുപോലെ തന്നെ എൻകറേജസ് റീഡേഴ്സ് ടു ഒബ്സർവ് എവരിഡേ ലൈഫ് മോർ കെയർഫുള്ളി, ബ്രേക്സ് അവർ ഹാബിറ്റ് ഓഫ് സീയിങ് തിങ്സ് മെക്കാനിക്കലി. അതായത് കാര്യങ്ങളെ മെക്കാനിക്കലി കാണുന്ന ഹാബിറ്റിനെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു നോർമൽ എക്സ്പ്രഷൻ ആണ്. നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾ ആണിത്. ഐ ബ്രഷ് മൈ ടീത്ത് വിത്ത് കോൾഗേറ്റ് പേസ്റ്റ് എവറി മോർണിംഗ്. ഇത്രയേ ഉള്ളൂ. എന്റെ പല്ല് ഞാൻ കോൾഗേറ്റ് പേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ പല്ല് തേക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ ഡീഫെമിലറൈസ് ചെയ്ത എക്സ്പ്രഷൻ ആയി വരുന്ന സമയത്ത് ഇങ്ങനെയാണ് വരിക. ഐ സ്പാർക്കിൾ എ റോ ഓഫ് വൈറ്റ് പേൾസ് ഇൻ മൈ മൗത്ത് വിത്ത് എ റിഫ്രഷിംഗ് ലേദർ എവറി ഡേ. ഒന്നുമില്ല, കോൾഗേറ്റോട് വലിയ ചെന്ന് പറയാണ്. പക്ഷെ നമ്മളത് നമുക്ക് ഓർഡിനറി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യത്തിനെ സ്ട്രേഞ്ച് ആയിട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ അതിന്റെ ഫോമിലൊക്കെ എന്ത് വരും, വ്യത്യാസം വരും. അതാണ് നമുക്ക് ഇവിടെ കൊടുത്തൊരു എക്സാമ്പിൾ. ഇവിടെ വെച്ച് നിങ്ങൾ ഓർഡിനറി ആക്ടിവിറ്റി ഒരു വിവിഡ് ആയിട്ട് പ്രസന്റ് ചെയ്യും. അതുപോലെ തന്നെ റീഡേഴ്സ് പേ മോർ അറ്റൻഷൻ ബിക്കോസ് ദ ഫെമിലിയർ ഈസ് പ്രസന്റ് ഡിഫറെന്റ്ലി. അതായത് ആളുകൾ കൂടുതൽ അറ്റൻഷൻ കൊടുക്കുമെന്നാണ് പറഞ്ഞത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫെമിലിയർ ആയ കാര്യത്തിന് അൺഫെമിലിയർ ആയിട്ടില്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ട് പ്രസന്റ് ചെയ്യുന്നത് കൊണ്ട് ആളുകളൊക്കെ അറ്റൻഷൻ കൊടുക്കുമെന്നാണ് പറഞ്ഞത്. പിന്നെ ഉള്ളത് വേർഡ്സ്വർത്തിന്റെ ഡാഫോഡിൽസ് എന്നൊരു എക്സാമ്പിൾ ആണ്. ഐ വാണ്ടഡ് ലോൺലി ആസ് എ ക്ലൗഡ് ദാറ്റ് ഫ്ലോട്ട്സ് ഓൺ ഹൈ ഓവർ വെയിൽസ് ആൻഡ് ഹിൽസ് when all at once I saw a crowd, a host of golden daffodils beside the lake, beneath the trees, fluttering and dancing in the breeze. ഇത് നോക്കുകയാണെങ്കിൽ ഇതിൽ ഡീഫെമിലറൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിച്ചത് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേർഡ്സ്വർത്ത് ഉദ്ദേശിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലവേഴ്സിനെ ക്രൗഡായിട്ട് ആണ് ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നേച്ചറിനെ എന്താക്കിയിട്ടുണ്ട്, പേഴ്സണിഫൈ ചെയ്തിട്ടുണ്ട്. പേഴ്സണിഫൈ വെച്ചിട്ട് എന്താ, അതിന് മനുഷ്യന്മാരെ അല്ലെങ്കിൽ ജീവനില്ലാത്തതിന് മനുഷ്യന്മാരെ പോലത്തെ ഹ്യൂമൻ ഫീച്ചേഴ്സ് കാര്യങ്ങൾ കൊടുക്കാം. ഇതിനാണ് നമ്മൾ പേഴ്സണിഫൈ ചെയ്യാം. ഇതിന് ഇഫക്റ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോമൺ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു നാച്ചുറൽ സീൻ നമുക്ക് ലൈവ്ലിയും അതുപോലെ തന്നെ എക്സ്ട്രാ ഓർഡിനറി ആക്കി മാറ്റാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റീഡേഴ്സിന് ഒരു ഫ്രഷ് എക്സ്പീരിയൻസ് കൊടുക്കുകയും നമ്മുടെ ബ്യൂട്ടി ഓഫ് നേച്ചറിനെ പറ്റിയിട്ട് ഒരു ഫ്രഷ് എക്സ്പീരിയൻസ് കൊടുക്കും എന്നാണ് പറഞ്ഞത്. പിന്നെ എം ഡി ഡിക്കിൻസന്റെ വേറൊരു പോയാണ്, because I could not stop for death, he kindly stopped for me. Because I could not stop for death, he kindly stopped for me. അതായത് he kindly stopped for me എന്നാണ് പറയുന്നത്. ഹീ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തിനാണ്, മരണത്തിനാണ്. അതായത് മരണം എനിക്ക് വേണ്ടിയിട്ട് വളരെ കൈൻഡായിട്ട് സ്റ്റോപ്പ് ചെയ്ത് നിർത്തി എന്ന് പറയാണ്. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഡെത്തിനെ നമ്മൾ പൊതുവേ മരണം എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര പേടിപ്പെടുത്തുന്ന സംഭവമായിട്ട് അല്ലെങ്കിലാണ്. പക്ഷെ ഇവിടെ എന്താ, ഡെത്തിനെ ഒരു എന്താ പറയാ, ഒരു ജെന്റിൽമാൻ ആയിട്ട് ആണ് പ്രസന്റ് ചെയ്തത്. ഒരു പൊളൈറ്റ് ആയിട്ടുള്ള ജെന്റിൽമാൻ ആയിട്ടാണ് പ്രസന്റ് ചെയ്തത്. അത് നമ്മളെ ആളുകളെ, റീഡേഴ്സിനെ ഈ ഡെത്തിനെ പറ്റി നമ്മൾ സാധാരണ കാണുന്ന ഒരു വ്യൂവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ എഫക്ട് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഡെത്ത് ബിക്കംസ് ജെന്റിൽ റേദർ ദാൻ ടെറിഫൈഡ്. ഡെത്ത് എന്ന് പറയുന്നത് നമ്മൾ പേടിപ്പെടുത്തുന്ന ഒരു സാധനത്തിന് പകരം ഒരു ജെന്റിൽ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അടുത്തത് കാഫ്കയുടെ മെറ്റമോർഫോസിസ് ആണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഗ്രിഗർ സാംസ അബൌട്ട്
one morning to find himself transformed into a monstrous insect. അതായത് നമ്മുടെ സാംസൺ ഒരു ദിവസം എഴുന്നേറ്റ് സമയത്ത് അദ്ദേഹം എന്താണ് ഒരു ഇൻസെക്ട് ആയിട്ട് ഒരു കൂറ അല്ലെങ്കിൽ ഒരു പാറ്റനെ പോലത്തെ വലിയൊരു ജീവിയായിട്ട് മാറുകയാണ് ചെയ്തത്. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓർഡിനറി ലൈഫിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു സഡൻ ചേഞ്ചിനെ കാണിക്കുന്നുണ്ട്. സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ചേഞ്ചിനെ കാണിക്കുന്നുണ്ട്. ഒരു ഓർഡിനറി ലൈഫ് പെട്ടെന്ന് എന്തായിട്ട് മാറുന്നുണ്ട്, സ്ട്രേഞ്ച് ആയിട്ട് മാറുന്നുണ്ട്. അതുകൂടാതെ ലോൺലിനെസ്സിനെ, ഏലിയേഷനെയും അതുപോലെ തന്നെ നമ്മുടെ മോഡേൺ ലൈഫിന്റെ അബ്സർഡിറ്റിനെ ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഇത് കൊടുത്തത്. റീഡേഴ്സ് ക്വസ്റ്റ്യൻ വാട്ട് ഇറ്റ് മീൻസ് ടു ബി ഹ്യൂമൻ എന്നുള്ള സാധനത്തിന് റീഡേഴ്സ് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങുമെന്ന് പറയാണ്. പിന്നെ ബെലോട്ട് ബ്രഷിന്റെ ഏലിയേഷൻ ഇഫക്റ്റ് ആണ് അടുത്തത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇവിടെ എപ്പിക് തിയേറ്റർ ആണ്. ഇതിന്റെ ടെക്നിക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്കിംഗ് ദ ഫോർത്ത് വാൾ, സോങ്സ് ഇന്ററപ്റ്റിംഗ് ദ ആക്ഷൻ, വിസിബിൾ സ്റ്റേജ് റൈറ്റ്സ്, ആക്ടേഴ്സ് സ്പീക്കിംഗ് ഡയറക്ട്ലി ടു ദ ഓഡിയൻസ്. അതായത് നാടകം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ആക്ടേഴ്സ് നേരിട്ട് വന്നിട്ട് നമുക്ക് നമ്മളെ ഓഡിയൻസിനോട് സംസാരിക്കും. അതുപോലെ തന്നെ ഈ ആക്ഷന്റെ ഇടയിൽ കൂടെ സോങ് വരും. അങ്ങനത്തെ ഒരുപാട് പേർപ്പസ്ഫുൾ ആയിട്ട് ചെയ്യുന്നതാണ്, ഒരു ലക്ഷ്യത്തോട് ചെയ്യുന്നതാണ്. അതായത് നമ്മളൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ്, നാടകമായിട്ട് നമുക്ക് ഇമോഷണൽ അറ്റാച്ച്മെന്റ് വേണ്ട, ഇമോഷണൽ അറ്റാച്ച്മെന്റ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയാണ്. അതുകൂടാതെ നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടും എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടും സോഷ്യൽ പൊളിറ്റിക്കൽ ഇഷ്യൂസിനെ പറ്റിയിട്ടുള്ള ക്രിട്ടിക്കൽ തിങ്കിങ് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഫോർഗ്രൗണ്ടിങ് ആണ്, ഇത് കൊണ്ടുവന്ന റോമൻ യാക്കോബ്സൺ ആണ്. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർഗ്രൗണ്ടിങ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടെക്നിക്കാണ്. ഫോർഗ്രൗണ്ടിങ് ഈസ് എ ടെക്നിക് ദാറ്റ് മേക്സ് ലാംഗ്വേജ് ഇറ്റ് സെൽഫ് നോട്ടീസബിൾ ത്രൂ അൺയൂഷ്വൽ പാറ്റേൺസ്. അൺയൂഷ്വൽ പാറ്റേൺസിലൂടെ നമ്മുടെ ലാംഗ്വേജിനെ നോട്ടീസബിൾ ആക്കുക, നോട്ട് ദ പോയിന്റ്, നോട്ടീസബിൾ ആക്കുക എന്നുള്ളതാണ് എന്ത് നമ്മുടെ ഫോർഗ്രൗണ്ടിങ്ങിന്റെ ലക്ഷ്യം. ഇത് എങ്ങനെ അച്ചീവ് ചെയ്യുന്നത്? റെപ്പിറ്റേഷൻ വഴി, പാരലലിസം വഴി, സൗണ്ട് പാറ്റേൺസ് വഴി, അതുപോലെ തന്നെ നോർമൽ ലാംഗ്വേജിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്ന വഴിയൊക്കെയാണ് നമുക്ക് ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുക. ദ ഫോക്കസ് ഇസ് നോട്ട് ഓൺലി ഓൺ ദ മെസ്സേജ് ബട്ട് ഓൾസോ the focus is not only on the message but also on how the message is expressed. അതായത് ആ മെസ്സേജിൽ മാത്രമല്ല അത് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, അത് ഏത് ലാംഗ്വേജിൽ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, അതിൽ റെപ്പിറ്റേഷൻ വഴിയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, അങ്ങനെ അത് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ലാംഗ്വേജിനെ നോട്ടീസബിൾ ആക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. അടുത്തത് ഫോർഗ്രൗണ്ടിങ്. ഐ ടോൾഡ് യു നോട്ട് ടു മേക്ക് നോയ്സ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. ക്ലാസ്സിന് ടീച്ചർ പറയാണ് ഐ ടോൾഡ് യു നോട്ട് ടു മേക്ക് നോയ്സ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. വീണ്ടും 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 ശബ്ദം ഉണ്ടാക്കല്ലേ എന്ന് ഞാൻ എത്ര തവണ പറയണം, ഞാൻ വീണ്ടും വീണ്ടും പറയണോ ചോദിക്കുകയാണ് അല്ലെ. ഇവിടെ റിപ്പിറ്റേഷൻ കാണിക്കുക എന്താ? ഐ ടോൾഡ് യു നോട്ട് ടു മേക്ക് നോയ്സ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ എന്ന് പറയുമ്പോൾ എന്താ? വീണ്ടും വീണ്ടും എന്ന് പറയുമ്പോൾ എന്താ? ടീച്ചർ ദേഷ്യം അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ ആണല്ലേ അവിടെ കാണിക്കുന്നത്. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ റീഡേഴ്സിനെ നമുക്ക് പെട്ടെന്ന് ഈ ഒരു സെന്റൻസിന് ഈ ഒരു അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ എന്ന് പറഞ്ഞ വാക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ടീച്ചർ എന്താണ്, ഫ്രസ്ട്രേഷൻ ആണല്ലേ അവിടെ കാണുന്നത്. ഇവിടെ ലാംഗ്വേജ് ബിക്കംസ് മോർ എക്സ്പ്രസീവ് ആൻഡ് മെമ്മറബിൾ. ഇവിടെ നമുക്ക് വാക്ക് കണ്ടാലും മനസ്സിലാവാം നമുക്ക് എന്താ, അല്ലെങ്കിൽ ടീച്ചർ അങ്ങനെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവാം ടീച്ചർക്ക് ദേഷ്യം പിടിച്ചിട്ടുണ്ട് അല്ലെ. ഇവിടെ ലാംഗ്വേജ് എന്താണ്, നോട്ടീസബിൾ ആയിട്ട് മാറുകയാണ്. അടുത്തത് സൗണ്ട് പാറ്റേൺ ആണ്. സൗണ്ട് പാറ്റേണിൽ നമുക്ക് ഓൾറിച്ചിന്റെ ദ റൈം ഓഫ് ദി ആൻഷ്യൻ പറയുന്നതാണ്. The fair breeze blew, the white foam flew, the pharaoh followed free. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇറ്ററേഷൻ കാണാം, ഫുൾ സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് കാണാം. ഫോർ എക്സാമ്പിൾ the fair breeze blew, ബ്രീസ് ബ്ലൂ എന്ന് പറയുമ്പോൾ എന്താ? സൗണ്ട് റിപ്പീറ്റ് ചെയ്യാണ്. അതുപോലെ തന്നെയാണ് the pharaoh followed free, the pharaoh followed free, സൗണ്ട് റിപ്പീറ്റ് ചെയ്യാണ്. നമുക്കൊരു റിതം കിട്ടും, നമുക്കൊരു മ്യൂസിക്കാലിറ്റി കിട്ടും ഇത് വഴി. അതുകൂടാതെ അത് നമ്മളെ ലാംഗ്വേജിലേക്ക് നമ്മൾ അറ്റൻഷൻ കൊടുക്കാനും സാധിക്കും ഈ ഒരു സൗണ്ട് പാറ്റേൺ വരുന്ന വഴി. പിന്നെ മറ്റേ എക്സാമ്പിൾ ടി.എസ്. എലിയറ്റിന്റെ ഇൻ ദ റൂം ദി വിമൻ കം ആൻഡ് ഗോ എന്ന് പറയുന്ന ഒരു നമ്മളെ ദ ലവ് സോങ് ഓഫ് ആൽഫ്രഡ് ജെ പ്രിഫ്രോക്ക് എന്ന് പറയുന്ന സോങ്ങിലുള്ള ഒരു ലൈനാണിത്. ഇൻ ദ റൂം ദ വിമൻ കം ആൻഡ് ഗോ. ഇവിടെ ഒരു സോഷ്യൽ എംപ്റ്റിനെസ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ ഷേക്സ്പിയറിന്റെ മാക്ബത്തിൽ ടുമോറോ ആൻഡ് ടുമോറോ ആൻഡ് ടുമോറോ, നാളെ നീളം എന്ന് പറയുന്നത് പോലെ അത് നമ്മളെ ലൈഫിന്റെ മീനിങ്ലെസ്നെസ്സിനെ അതുപോലെ തന്നെ റിപ്പീറ്റേറ്റീവ് നേച്ചറിനെയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ടുമോറോ ആൻഡ് ടുമോറോ ആൻഡ് ടുമോറോ എന്നുള്ള ഒരു സെന്റൻസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ജോയ്സിന്റെയും സീസറിന്റെയും ഓർവെലിന്റെ ഒക്കെ വർക്ക്സിൽ കാണാൻ പറ്റും. ജെയിംസ് ജോയ്സിന്റെ വർക്ക് യുളീസിയസിൽ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്, ഇറഗുലർ ഗ്രാമറും സെന്റൻസ് സ്ട്രക്ചറും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മളൊരു എന്താ പറയുക നോട്ടീസബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ യൂസ് ചെയ്തത്. പിന്നെ
ജൂലിയസ് സീസറിന്റെ ഐ കെയിം, ഐ സോ, ഐ കോൺകേർഡ്, വന്നു, കണ്ടു, കീഴടക്കി അല്ലെ. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാരലൽ സ്ട്രക്ചർ ആണ്. ഇത് നമ്മുടെ സെന്റൻസിനെ പവർഫുൾ ആക്കും, മെമ്മറബിൾ ആക്കും. സെന്റൻസിനെ എന്താക്കും? പവർഫുൾ ആക്കും, മെമ്മറബിൾ ആക്കും. അടുത്തത് ജോർജ് ഓർവെലിന്റെ ആനിമൽ ഫാം ആണ്. അതിൽ പറഞ്ഞത് ഓൾ ആനിമൽസ് ആർ ഈക്വൽ ബട്ട് സം ആനിമൽസ് ആർ മോർ ഈക്വൽ ദൻ അതേഴ്സ്. അതായത് എല്ലാ ആനിമൽസും തുല്യരാണ്, പക്ഷേ ചില ആനിമൽസ് മറ്റുള്ള ആനിമൽസിനെക്കാട്ടും എന്താണ്, കുറച്ചുകൂടി അങ്ങോട്ട് മോർ ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പോ കൂടുതൽ ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട് അല്ലെ. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ റെപ്യൂട്ടേഷൻ കാണിക്കുന്ന ഒരു നമ്മുടെ ഹിപ്പോക്രസിനെ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ കറപ്ഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓൾ ആനിമൽസ് ആർ ഈക്വൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം കാട്ടിയത്. പിന്നെ നമുക്കിത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കുകയാണെങ്കിൽ ഡീഫെമിനൈസേഷൻ പ്രധാനമായിട്ടും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ഓർഡിനറി തിങ്സ്, സാധാരണ കാര്യങ്ങളെ സ്ട്രേഞ്ച് ആയിട്ട് പ്രസന്റ് ചെയ്യാന്നുള്ളതിനാണ്. പക്ഷെ നമ്മുടെ ഫോർഗ്രൗണ്ടിന് പ്രാധാന്യം കൊടുക്കുന്നതിനാ, നമ്മുടെ ലാംഗ്വേജിന് നോട്ടീസബിൾ ആക്കുക എന്നുള്ളതിനാണ്. അതുപോലെ തന്നെ ഡീഫെമിനൈസേഷൻ ഫോക്കസ് ചെയ്യുന്നത് പെർസെപ്ഷനിലാണ്, മറ്റേത് ഫോക്കസ് ചെയ്യുന്നത് കുറച്ചുകൂടി ഒരു ലിംഗ്വിസ്റ്റിക് പാറ്റേണിലാണ്, ലാംഗ്വേജിനാണ് അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് പാറ്റേണിലാണ് ഫോർഗ്രൗണ്ടിൽ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ സൈക്കോളജിക്കൽ ഇഫക്റ്റ് പറയുകയാണെങ്കിൽ ഒന്നിന് സൈക്കോളജിക്കൽ ഇഫക്റ്റ് ആണ്, മറ്റേത് സ്ട്രക്ചറൽ ഇഫക്റ്റ് ആണ്. ഇനി ഡീഫെമിനൈസേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് വിക്ടർ ഷ്ക്ലോവ്സ്കി ആണ്, മറ്റേത് കൊണ്ടുവന്നത് റോമൻ യാക്കോബ്സൺ ആണ്. അടുത്തത് ഓർഗാനിക് യൂണിറ്റി ആണ്. ഓർഗാനിക് യൂണിറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഗാനിക് യൂണിറ്റി മീൻസ് ദാറ്റ് എവരി പാർട്ട് ഓഫ് ലിറ്റററി വർക്ക് കോൺട്രിബ്യൂട്ട്സ് ടു ഇറ്റ്സ് ഓവറോൾ മീനിങ്. അതായത് ഒരു ലിറ്റററി വർക്കിലെ എല്ലാ പാർട്ടും അതിന്റെ ഒരു ഓവറോൾ മീനിങ്ങിന്റെ കൺസ്ട്രക്ഷന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയാണ്. അതായത് ഈ ക്യാരക്ടേഴ്സ്, പ്ലോട്ട്, ഇമേജറി, സിമ്പിൾസ്, തീംസ് ഇതൊക്കെ ഇന്റർ കണക്റ്റഡ് ആണ്. ഇതൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണെന്ന് പറയാണ്. ഇഫ് വൺ എലമെന്റ് ഇസ് റിമൂവ് ദ ഹോൾ വർക്ക് ബിക്കംസ് വീക്കർ. ഇപ്പൊ ഇതിൽ നമ്മളിപ്പോ ഏതെങ്കിലും ഒന്നിനെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ എല്ലാ വർക്കും എന്താ, ഈ മൊത്തത്തിലുള്ള വർക്ക് എന്താവും, വീക്ക് ആവും എന്ന് പറയാണ്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ ബയോഗ്രഫി ലിറ്റററിയ കോൾറിഡ്ജ് ഡിസ്റ്റിംഗ്വിഷസ് ബിറ്റ്വീൻ മെക്കാനിക്കൽ ഫോം എന്ന് പറയുന്നത് ഒരു ബയോഗ്രഫി ലിറ്റററി എന്ന് പറയുന്ന സാമുവൽ ടൈലർ കോൾറിഡ്ജിന്റെ വർക്കിൽ അദ്ദേഹം മെക്കാനിക്കൽ ഫോമിനെയും ഓർഗാനിക് ഫോമിനെയും കൂടി ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നുണ്ട്. അതിന്റെ മെക്കാനിക്കൽ ഫോം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യലി അറേഞ്ച്ഡ് ആണ്. അതുപോലെ തന്നെ അത് ലൈക്ക് എ മെഷീൻ അസംബിൾഡ് ഫ്രം എ സെപ്പറേറ്റ് പാർട്സ്. അതായത് ഒരു മെഷീനെ നമ്മൾ സെപ്പറേറ്റ് പാർട്ടിൽ നിന്ന് അസംബിൾ ചെയ്ത് എങ്ങനെ ഉണ്ടാവും അതേപോലെയാണ് നമ്മുടെ മെക്കാനിക്കൽ ഫോം എന്ന് പറയുന്നുണ്ട്. ഇനി ഓർഗാനിക് ഫോം പറയുകയാണെങ്കിൽ അത് നാച്ചുറലി ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഡെവലപ്സ് നാച്ചുറലി ലൈക്ക് ദ ഗ്രോത്ത് ഓഫ് എ ലിവിംഗ് പ്ലാന്റ്. ഒരു ചെടി വളരുന്ന പോലെ എന്താ പറയാ, നാച്ചുറൽ ആയിട്ട് വളർന്നു വരുന്നതാണ്. ഫോം ആൻഡ് കോണ്ടന്റ് ആർ ഇൻസെപ്പറബിൾ. ഇവിടെ ഫോമും കോണ്ടന്റും എന്താണ്, ഇൻസെപ്പറബിൾ ആണ്. ഓക്കെ, നമ്മൾ ഓർഗാനിക് യൂണിറ്റി ഫോർമലിസത്തിൽ നോക്കുകയാണെങ്കിൽ ഈ റഷ്യൻ ഫോർമലിസ്റ്റ് വ്യൂ ലിറ്ററേച്ചർ ആസ് എ സിസ്റ്റം ഓഫ് ഇന്റർ കണക്റ്റഡ് ഡിവൈസസ്. അതായത് അവർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ മീനിങ് ഈസ് പ്രൊഡ്യൂസ്ഡ് ത്രൂ പ്ലോട്ട്, ഇമേജറി, റെപ്യൂട്ടേഷൻ, റിതം, ഡീഫെമിനൈസേഷൻ, നെറേറ്റീവ് സ്ട്രക്ചർ. ഈ എല്ലാ എലമെന്റ്സും കൂടി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ആർട്ടിസ്റ്റിക് യൂണിറ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ എല്ലാ എലമെന്റ്സും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്താൽ മാത്രമേ അതൊരു പൂർണ്ണ രൂപത്തിൽ എത്തൂ എന്നാണ് ആര് പറഞ്ഞത്, നമ്മുടെ റഷ്യൻ ഫോർമലിസത്തിൽ പറഞ്ഞത്. ഓക്കെ, ന്യൂ ക്രിറ്റിസിസം ഇൻ ഓർഗാനിക് യൂണിറ്റ് നോക്കുകയാണെങ്കിൽ ക്ലിയാൻ ബ്രൂക്സ് ആൻഡ് വില്യം കെ മിംസാറ്റ് ഉണ്ട്, നമ്മുടെ ന്യൂ ക്രിറ്റിസിസത്തിൽ വരുന്ന ക്രിറ്റിക്സ് ആണ്. ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലും ലിറ്റററി വർക്ക് ഈസ് എൻ ഇൻഡിപെൻഡന്റ് ടെക്സ്റ്റ്. അതായത് ലിറ്റററി വർക്ക് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് ടെക്സ്റ്റ് ആണ്. ഇഗ്നോർ ദി ഓതേഴ്സ് ഇന്റൻഷൻ ആൻഡ് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്. നമ്മൾ ഓതർ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ അതിന് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, അത് ഏത് വർഷമാണ് ടെക്സ്റ്റ് എഴുതിയത്, അല്ലെങ്കിൽ അത് എഴുതുന്ന സമയത്ത് എന്തെങ്കിലും കലാപം ഉണ്ടായിരുന്നോ, ഇതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ മീനിങ് കംസ് ഫ്രം ദി ഇന്ററാക്ഷൻ ഓഫ് പാരഡോക്സ്, ഐറണി, ടെൻഷൻ. ഈ 3 എലമെന്റ്സും കൂടി ഇന്ററാക്ട് ചെയ്യുന്ന സമയത്തിലാണ് എന്ത് വരുന്നത്, മീനിങ് വരുന്നത് എന്നാണ് ആര് പറഞ്ഞത്, ന്യൂ ക്രിറ്റിക്സ് പറഞ്ഞത്. അതുപോലെ തന്നെ ഓർഗാനിക് യൂണിറ്റി ഈസ് അച്ചീവ്ഡ് ത്രൂ, ഓർഗാനിക് യൂണിറ്റി എങ്ങനെയാണ് കിട്ടുക എന്ന് അവർ പറയുന്നുണ്ട്. എലിഗറി, ക്യാരക്ടേഴ്സ്, ദ 7 കമാൻഡ്മെന്റ്സ്, ദ വിൻമിൽ, ദ റിബല്യൻ, ഇതൊക്കെ വഴിയാണ് ഓർഗാനിക് യൂണിറ്റി അച്ചീവ് ചെയ്യുക. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ടുഗദർ ദേ റീഇൻഫോഴ്സ് തീംസ് ഓഫ് പവർ, കറപ്ഷൻ, എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് പൊളിറ്റിക്കൽ ബിട്രയൽ. പിന്നെ പോസ്റ്റ് സ്ട്രക്ചറിസ്റ്റ് യാക് ഗറീത പറയുന്നുണ്ട്, മീനിങ് എന്ന് പറയുന്നത് ഒരിക്കലും ഫിക്സ്ഡ് അല്ല. മീനിങ് ഇസ് നെവർ ഫിക്സ്ഡ്. അതായത് എവറി ടെക്സ്റ്റ് കണ്ടെയ്ൻസ് കോൺട്രഡിക്ഷൻസ്. എല്ലാ ടെക്സ്റ്റും എന്തുണ്ട്, കോൺട്രഡിക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ മീനിങ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള സാധനമല്ല. കംപ്ലീറ്റ് യൂണിറ്റി ഈസ് ഇമ്പോസിബിൾ. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് യൂണിറ്റി ഇമ്പോസിബിൾ ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ റീഡേഴ്സ് ക്യാൻ പ്രൊഡ്യൂസ് ഡിഫറെന്റ് ഇന്റർപ്രിട്ടേഷൻസ്. അതായത്
ഓരോ റീഡറും വ്യത്യസ്തരായിരിക്കും അല്ലെ. ഞാൻ വായിക്കുമ്പോൾ ഒരു ടെക്സ്റ്റിന് കിട്ടുന്ന മീനിങ് ആയിരിക്കില്ല നിങ്ങൾക്ക് കിട്ടുക. ഇനി ആ ടെക്സ്റ്റിന് ചാറ്റ് ജി പി ടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചാറ്റ് ജി പി ടി പറയുന്ന അർത്ഥം ആവൂല ആര് പറയാ, മെറ്റ പറയുന്ന ആവൂല ആര് പറയാ, പെർപ്ലക്സിറ്റി പറയാം. അങ്ങനെ ഓരോരോ ആയും വ്യത്യസ്ത രീതിയിലാണ് പറയാ. അതേപോലെ തന്നെ ഓരോരോ വായനക്കാരെ വായിക്കുന്നതനുസരിച്ചിട്ടും അവരുടെ ഇതിനനുസരിച്ചിട്ട് അവരുടെ വായനയ്ക്ക് അനുസരിച്ചിട്ട് എന്തുണ്ടാവും, അതിന്റെ അർത്ഥം വ്യത്യാസപ്പെട്ട് കിടക്കും എന്ന് പറയാണ്. ഓക്കെ, ദെൻ ഇത്രയും ഭാഗമാണ് നിങ്ങൾക്ക് ഈ ഒരു ഇതില് നോക്കാനുള്ളത്. Okay, then, thank you.